ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥ ലോകത്തിലുള്ള എന്തിനേയും നിയന്ത്രിക്കാൻ കഴിയുന്ന 9 പേരുടേതാണ്. 9 അമാനുഷികരുടെ കഥ. അവരൊരു രഹസ്യ സംഘടനയിലെ അംഗങ്ങളാണ്. BC 270 രൂപീകരിച്ച ഈ രഹസ്യ സംഘടന ഇന്നും നിലനിൽക്കുന്നുണ്ട് നമ്മുടെ ഇന്ത്യയിൽ. ഈ സംഘടന രൂപീകരിച്ചത് സാക്ഷാൽ അശോക ചക്രവർത്തിയാണ്. നമുക്കൊരിക്കലും വിശ്വസിക്കാനാവാത്ത ആ സംഘടനയുടെ പ്രത്യേകതകളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. വിളക്കിൻ്റെ വെളിച്ചത്തിൻ്റെ അറിവിൻ്റെ ലോകത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യ എന്ന മഹാരാജ്യം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിലായിരുന്ന സമയം ടാൽബർട്ട് മുണ്ടി എന്നൊരു ഉദ്യോഗസ്ഥൻ ഇവിടേക്ക് വരികയാണ്. അദ്ദേഹം ഇന്ത്യയെ വളരെയധികം ആശ്ചര്യത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. അക്കാലത്ത് അദ്ദേഹം ജനങ്ങളിൽ നിന്നും ഒരു കഥ കേൾക്കാനായിട്ട് തുടങ്ങി. അത് 9 പേരെ കുറിച്ചായിരുന്നു. അതായത് നിഗൂഢമായിട്ടുള്ള ഒരു സംഘടന ഇന്ത്യയിലുണ്ടെന്നും 9 അമാനുഷികരാണ് അതിനെ നിയന്ത്രിക്കുന്നതെന്നും അദ്ദേഹം അതിനെക്കുറിച്ച് ഗ്രാമങ്ങൾ തോറും തിരക്കി അറിയാനായിട്ട് തുടങ്ങി. കേട്ട് കേൾവികളും ഊഹാപോഹങ്ങളും കഥകളും ഒക്കെ യോജിപ്പിച്ച് അദ്ദേഹം ഒരു നോവൽ പ്രസിദ്ധീകരിച്ചു. ആരായിരുന്നു ആ 9 പേർ? അവരുടെ സംഘടന എങ്ങനെയാണ് രൂപീകരിക്കപ്പെട്ടത്? അതിന് നമുക്ക് മൗര്യ സാമ്രാജ്യ കാലഘട്ടത്തിലേക്കൊന്ന് പോകണം. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രാജവംശങ്ങളിലൊന്നായിരുന്നു മൗര്യ സാമ്രാജ്യം. അതിലെ ഏറ്റവും മഹാനായ ഭരണാധികാരി എന്ന് പറയുന്നത് അശോക ചക്രവർത്തിയായിരുന്നു. അശോക ചക്രവർത്തി തൻ്റെ സാമ്രാജ്യത്തിൻ്റെ വലിപ്പം കൂട്ടിക്കൊണ്ടേയിരുന്നു. അനവധി പ്രദേശങ്ങളാണ് അദ്ദേഹം യുദ്ധത്തിലൂടെ കീഴ്പ്പെടുത്തിയെടുത്തത്. എന്നാൽ കലിംഗം മാത്രം അദ്ദേഹത്തിന് കീഴടങ്ങിയിരുന്നില്ല. ഒടുവിൽ അദ്ദേഹം കലിംഗദേശം കീഴടക്കാൻ ശ്രമിക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ AD 361 കലിംഗ യുദ്ധം നടക്കുന്നു. പുരാതന ഇന്ത്യ കണ്ട ഏറ്റവും ഭീകരമായ ഒരു യുദ്ധമായിരുന്നു അത്. ഏകദേശം 1 ലക്ഷം പേരാണ് ആ യുദ്ധത്തിൽ മരണപ്പെട്ടത്. 1.5 ലക്ഷത്തോളം പേരെയാണ് ആ രാജ്യത്ത് നിന്ന് പുറത്താക്കിയത്. പക്ഷേ പെട്ടെന്നാണ് എല്ലാം മാറി മറിഞ്ഞത്. അശോക ചക്രവർത്തി യുദ്ധം നടന്ന സ്ഥലം സന്ദർശിക്കുകയും അത് അദ്ദേഹത്തിന് വളരെയധികം വേദന ഉണ്ടാക്കുകയും ചെയ്തു. ചേതനയറ്റ അനവധി മൃതശരീരങ്ങൾ കണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറാനായിട്ട് തുടങ്ങി. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. ഇനി ഒരിക്കലും യുദ്ധം ചെയ്യില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ബുദ്ധമതം സ്വീകരിക്കുകയും ചെയ്യുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അക്കാലത്ത് പുരാതന ഇന്ത്യയിൽ അനവധി അമാനുഷികമായിട്ടുള്ള ശക്തികളുണ്ടായിരുന്നു, അറിവുകളുണ്ടായിരുന്നു. ഈ അറിവുകൾ ശത്രുക്കളുടെ കയ്യിലെത്തിയാൽ എന്ത് സംഭവിക്കും? താൻ ബുദ്ധമതം സ്വീകരിച്ചതോടുകൂടി മറ്റുള്ള രാജാക്കന്മാർ അല്ലെങ്കിൽ വിദേശ ശക്തികൾ തന്നെ ആക്രമിച്ച് കീഴടക്കി ഈ അറിവുകൾ ശേഖരിച്ചാൽ എന്തു ചെയ്യും? അതിനെക്കുറിച്ച് അദ്ദേഹം ചിന്തിക്കാനായിട്ട് തുടങ്ങി. അശോക ചക്രവർത്തിയുടെ വിശ്വാസം അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ആയുധം, മാരകമായ ആയുധം അറിവാണ് എന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം അക്കാലത്തെ ഏറ്റവും വിദഗ്ധരായിട്ടുള്ള 9 പേരെ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി. അവരോട് 9 വിഷയങ്ങളെപ്പറ്റി തങ്ങൾക്ക് പറ്റാവുന്നതിൻ്റെ അത്രയും വിവരങ്ങൾ ശേഖരിക്കാനായിട്ട് അദ്ദേഹം ആജ്ഞാപിക്കുകയാണ്. എക്കാലവും ഈ രഹസ്യ സംഘടനയിൽ 9 പേരെ തന്നെ നിലനിർത്തണമെന്നും ഒരാൾക്ക് ഈ വിഷയത്തിനോട് മടുപ്പ് തോന്നിയാൽ മറ്റൊരാളെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്നും അദ്ദേഹം ആജ്ഞാപിക്കുന്നു. അശോക ചക്രവർത്തിയുടെ ആജ്ഞയനുസരിച്ച് ആ 9 പേർ തങ്ങൾക്ക് ലഭിക്കാവുന്നതിൻ്റെ അത്രയും വിവരങ്ങൾ ശേഖരിക്കാനായിട്ട് തുടങ്ങി. അവരതിനെ താളിയോല ഗ്രന്ഥങ്ങളാക്കി സംഭരിച്ചു വയ്ക്കാനായിട്ട് ശ്രമിച്ചു. എന്തായിരുന്നു ആ 9 ഗ്രന്ഥങ്ങളിലെ വിഷയങ്ങൾ? ഒന്നാമത് പ്രൊപ്പഗാൻഡ ആയിരുന്നു. അതായത് പ്രചരണം, ലോകത്തെ ഭരണം നടത്തേണ്ട രീതികൾ, അതുപോലെ തന്നെ നമ്മളെ എതിരാളികളെ മാനസികമായി എങ്ങനെ തളർത്താം, ഇതൊക്കെയായിരുന്നു പ്രൊപ്പഗാൻഡയിൽ ഉൾപ്പെട്ടിരുന്നത്. ഈ 9 ശാസ്ത്രങ്ങളിൽ ഏറ്റവും അപകടം പിടിച്ച ശാസ്ത്രവും അതുതന്നെയായിരുന്നു. അതായത് ഈ ഒരു കലയിൽ നമ്മൾ പ്രാവീണ്യം നേടിയാൽ ലോകത്തിലുള്ള ഏത് ജനതയെയും നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും. ചുരുക്കം പറഞ്ഞാൽ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറി ചെല്ലാൻ വളരെ പെട്ടെന്ന് സാധിക്കും എന്നർത്ഥം. ഒരു ചെറിയൊരു പ്രസംഗം കൊണ്ട് പോലും ഒരു വലിയ ജനതയെ സ്വാധീനിക്കാൻ നമുക്ക് കഴിയും. രണ്ടാമത്തെ അറിവ് ഫിസിയോളജിയെക്കുറിച്ചാണ്. അതായത് ശരീരശാസ്ത്രം. ജന്തുക്കളുടെയും മനുഷ്യൻ്റെയും ശരീരഘടന,
ശരീരത്തിലെ മർമ്മങ്ങൾ, നാഡീ ഞരമ്പുകൾ, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഫിസിയോളജിയിൽ പറയുന്നത്. ഇതിൽ ഏറ്റവും മാരകമായ ഒന്നാണ് ടച്ച് ഓഫ് ഡെത്ത് എന്ന ഒരു പ്രയോഗം. നമ്മളെല്ലാവരും ബോധിധർമ്മൻ എന്ന ഒരു ആചാര്യനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഒരു നോട്ടം കൊണ്ട് പോലും മനുഷ്യനെ നിയന്ത്രിക്കാൻ കഴിവുള്ള ആളായിരുന്നു ബോധിധർമ്മൻ. അദ്ദേഹവും ഈ ഒരു പരമ്പരയിൽ പെട്ടതാണ് എന്നതാണ് വിശ്വാസം. ഇതിൽ പെടുന്ന മൂന്നാമത്തെ അറിവ് മൈക്രോബയോളജിയാണ്. നമുക്കറിയാം 2019 നമ്മൾ ഒരിക്കലും നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാത്ത ഒരു സൂക്ഷ്മ ജീവിയുടെ പേരിൽ വീട്ടിലിരുന്നത് 1 വർഷമാണ്. എന്തെല്ലാം കഷ്ടപ്പാടുകളാണ് നമ്മൾ സഹിച്ചത്. ഈ മൈക്രോബയോളജി ഉൾപ്പെടുന്നത് സൂക്ഷ്മ ജീവികളെ കുറിച്ചുള്ള പഠനമാണ്. ബാക്ടീരിയ, വൈറസ്, ഫംഗസ് തുടങ്ങി എല്ലാ ജീവികളും അത് ഉൾപ്പെടും. ഒരു കാലത്ത് പടർന്നു പിടിച്ച പല മാരക രോഗങ്ങൾക്കും പിൽക്കാലത്ത് വാക്സിൻ കണ്ടുപിടിക്കപ്പെട്ടു. ഇതിൻ്റെ എല്ലാം പിന്നിൽ ഈ പണ്ഡിതന്മാരുടെ സഹായം ഉണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പക്ഷെ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാനാവാത്ത ഒരു കാര്യം, മൈക്രോസ്കോപ്പ് പോലും കണ്ടുപിടിക്കപ്പെടാത്ത ആ കാലത്ത് സൂക്ഷ്മ ജീവികളെ കുറിച്ച് അവർ പഠനം നടത്തി എന്നതാണ്. നാലാമത്തെ അറിവ് ആൽക്കമിയാണ്. അതായത് ഏതൊരു ലോഹത്തിനെയും സ്വർണമായി മാറ്റാൻ കഴിയും എന്ന് അക്കാലത്തെ ജനങ്ങൾ വിശ്വസിച്ചിരുന്നു. അവർ അതിനെക്കുറിച്ച് പഠനം നടത്തി. അതാണ് ആൽക്കമിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അഞ്ചാമത്തെ പഠന ശാഖ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് വിവരങ്ങൾ അയക്കുന്ന വിദ്യ. നമ്മളിന്ന് മൊബൈൽ ഫോണിലൊക്കെ ഉപയോഗിക്കുന്നത് പോലെ. അതുമാത്രമല്ല, ഒരു ഗ്രഹത്തിൽ നിന്ന് മറ്റു ഗ്രഹത്തിലേക്കും വിവരങ്ങൾ അയക്കാനാവുന്നതിനെ കുറിച്ചുള്ള സാധ്യതകളും ഇതിൽ പറയപ്പെടുന്നു. അന്യഗ്രഹങ്ങളെക്കുറിച്ചും അന്യഗ്രഹ ജീവികളെക്കുറിച്ചും അവയുമായുള്ള കമ്മ്യൂണിക്കേഷനുമൊക്കെ ഇതിൽ പറയപ്പെടുന്നു. ആറാമത്തെ അറിവ് ഗുരുത്വാകർഷണത്തെക്കുറിച്ചായിരുന്നു. ഇന്ന് നമ്മൾ വിമാനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ടെക്നോളജി. എങ്ങനെ നമുക്ക് പറക്കാൻ കഴിയും? ദൈവങ്ങൾക്ക് പറക്കാനുള്ള കഴിവുള്ളതായി നമുക്കറിയാം. അവരെങ്ങനെയായിരിക്കും പറഞ്ഞത്? ഏത് ഉപകരണത്തിൻ്റെ സഹായത്തോടെ ആയിരിക്കും? അതിനെക്കുറിച്ചുള്ള പഠനമൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു. പുരാതന കാലത്ത് നമ്മുടെ പല ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിരുന്നത് ഒരു പ്രത്യേക ആകൃതിയിലായിരുന്നു. അവയുടെ ഗോപുരങ്ങൾ വിമാനങ്ങളായിരുന്നുവെന്നും അവയ്ക്ക് പറക്കാൻ കഴിയുമായിരുന്നുവെന്നും വിശ്വസിക്കപ്പെട്ടിരുന്നു. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിൽ പറയപ്പെടും. ഏഴാമത്തെ അറിവ് കോസ്മോഗണിയെക്കുറിച്ചായിരുന്നു. അതായത് പ്രപഞ്ചവും പ്രപഞ്ച സൃഷ്ടിയും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഒക്കെ അതിൽ ഉൾപ്പെടും. എട്ടാമത്തതാണ് പ്രകാശം. പ്രകാശത്തിനെ എങ്ങനെ മനുഷ്യന്റെ നന്മയ്ക്ക് ഉപയോഗിക്കാം, അതെങ്ങനെ ഒരു ആയുധമാക്കി മാറ്റാം. ഉദാഹരണത്തിന് ലേസർ പോലെയുള്ള ടെക്നോളജി ഇതിൽ നിന്ന് വികസിച്ചതാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഒൻപതാണ് സോഷ്യോളജി. അതായത് സമൂഹവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം. മനുഷ്യൻ എങ്ങനെയാണ് സമൂഹത്തിനിടയിൽ ജീവിക്കുന്നത്, അതെങ്ങനെ നല്ലപോലെ നിലനിർത്താൻ സാധിക്കും, അതെങ്ങനെ നല്ല കാര്യങ്ങൾക്കായി ഉപയോഗിക്കാൻ സാധിക്കും. ഇതൊക്കെയാണ് സോഷ്യോളജിയിൽ പറയുന്നത്. നമുക്ക് ഒരിക്കലും വിശ്വസിക്കാനാവാത്ത മറ്റൊരു കാര്യം, BC 270 ഈ ഒരു സംഘടന രൂപീകരിക്കുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ അവരുടെ പിൻതലമുറക്കാർ, അതായത് ആദ്യത്തെ ജനറേഷനിലുള്ള 9 പേർ, അവർ ശേഖരിച്ചു വെച്ച വിവരം പുസ്തകങ്ങളാക്കി മാറ്റി അടുത്ത ജനറേഷൻ അവർ കൈമാറുകയാണ്. ഇന്ന് 2025 എത്തി നിൽക്കുമ്പോൾ അവർ ശേഖരിച്ച അറിവുകൾ എത്രയാണെന്ന് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നു. ലോകത്തിലുള്ള എന്തിനേയും നിയന്ത്രിക്കാനുള്ള പ്രാപ്തി ഇന്ന് അവർക്കുണ്ടാവാം. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ അവർ ഒരു പാതി ദൈവം തന്നെയാണ്. അതായത് ദൈവത്തിന് കഴിയുന്ന പല കാര്യങ്ങളുടെയും പകുതിയോളം തന്നെ അവർക്ക് ഇന്ന് ഇവിടെ ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും. മറ്റൊരു അത്ഭുതപ്പെടുത്തുന്ന കാര്യം പോപ്പ് സിൽവർസ്റ്ററുമായി ബന്ധപ്പെട്ടതാണ്. അദ്ദേഹം പണ്ട് കാലത്ത് ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്നു. തിരിച്ച് ഇന്ത്യയിൽ നിന്ന് സ്വന്തം രാജ്യത്തിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ചില ഉപകരണങ്ങളുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു വെങ്കല പ്രതിമയായിരുന്നു. ഈ പ്രതിമയോട് നമ്മൾ എന്തെങ്കിലും ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അതേ എന്നോ അല്ല എന്നോ ഇത് ഉത്തരം പറയുമായിരുന്നു അത്രേ. ഇത് നമ്മൾ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ടെക്നോളജിയുടെ ആദ്യകാല രൂപം ഈ പ്രതിമയിൽ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇത്തരത്തിലുള്ള വിശ്വസിക്കാനാവാത്ത പുതിയ വീഡിയോകളുമായി വീണ്ടും കണ്ടുമുട്ടാം. ടിൽ ദെൻ, ഗുഡ് ബൈ.